ഹായ്, നമുക്കിന്ന് എക്സലിൽ സമ്മിഫിനെ കുറിച്ച് പഠിക്കാം. സമ്മിഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, അതായത് കുറേയധികം പാർട്ടിക്കുലേഴ്സിൽ നിന്ന് ഒരു പർട്ടിക്കുലേഴ്സിൻ്റെ മാത്രം സമ്മ് കിട്ടുന്നതിന് വേണ്ടിയാണ് സമ്മിഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കുറേയധികം ഫ്രൂട്ട്സ് ഉണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ആപ്പിൾ, അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഈ കുറേയധികം ഫ്രൂട്ട്സിൽ നിന്ന് ഈ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പർട്ടിക്കുലേഴ്സിൻ്റെ മാത്രം ക്വാണ്ടിറ്റി എങ്ങനെയാണ് സം ചെയ്ത് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ സമ്മിങ് ഫംഗ്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഞാനിവിടെ പൈനാപ്പിൾ ഇവിടെ ഇതിൻ്റെ അകത്ത് ഈ ടേബിളിൽ പൈനാപ്പിൾ അതിൻ്റെ ടോട്ടൽ എത്രയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പൈനാപ്പിൾ വന്നേക്കുന്ന ഒരു 4 കിലോ, പിന്നെ ഒരു 16 കിലോ. ടോട്ടൽ നമുക്ക് ഇവിടെ 16 4 20 കിലോയാണ് വന്നേക്കുന്നത്. ടോട്ടൽ 20 kg ആണ്. അപ്പോൾ നമുക്ക് അതിവിടെ എങ്ങനെയാണ് അതിൻ്റെ മാത്രം നമുക്കിവിടെ സമ്മ് കിട്ടിയാൽ മതി. അപ്പം അതിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നത് ഈസിക്കൽ ടു സം ഈഫ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. ഡബിൾ ക്ലിക്ക് ചെയ്തു അതിൻ്റെ റേഞ്ച്, അതായത് നമുക്ക് എവിടെയാണോ ഇത് ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ആ റേഞ്ച് കൊടുക്കുക. ഇപ്പോൾ എ കോളം ആണ് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം എ കോളത്തിൽ ചെക്ക് ചെയ്യണം. അതിനുശേഷം കോമ ക്രൈറ്റീരിയ, എന്താണോ ക്രൈറ്റീരിയ, നമുക്ക് എന്താണോ ചെയ്യേണ്ടത്. അപ്പോൾ പൈനാപ്പിളിൻ്റെ കോളം സെല്ല് ഞാൻ സെലക്ട് ചെയ്യുന്നു. വീണ്ടും കോമ, സം റേഞ്ച്, നമുക്ക് ഏതിൻ്റെയാണോ സമ്മ് കിട്ടേണ്ടത് ആ റേഞ്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ബി കോളത്തിലുള്ള ക്വാണ്ടിറ്റിയാണ് എനിക്ക് പ്ലസ് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ 20 kg അവിടെ ഓട്ടോമാറ്റിക്കലി വന്നു. അതായത് പൈനാപ്പിൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഈ ടേബിളിൽ പൈനാപ്പിൾ എവിടെയൊക്കെ ഉണ്ടോ അതിൻ്റെ സമ്മീഫ് ഇങ്ങോട്ട് വന്നു. പപ്പായയുടെ ഇതിൽ പപ്പായ എത്രയുണ്ടെന്ന് നോക്കി അതിൻ്റെ മാത്രം സമ്മീഫ് ചെയ്തു വന്നു. ഇതിൻ്റെ ഫോർമുല ഇതാണ്, ഈസിക്കൽ ടു സമ്മീഫ്. അതിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യുക, എവിടെയാണോ ചെക്ക് ചെയ്യേണ്ടത് ആ റേഞ്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താണോ ചെക്ക് ചെയ്യേണ്ടത് അതാണ് ക്രൈറ്റീരിയ കൊടുക്കുന്നത്. ക്രൈറ്റീരിയ കൊടുത്തതിന് ശേഷം സമ്മീഫ്, എവിടെയാണോ നമ്മുടെ റേഞ്ച് സമ്മീഫ് ചെയ്യേണ്ടത് ആ റേഞ്ചും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് സമ്മീഫ്.